നമസ്കാരം, അംബ്ലീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. മക്കളുടെ ഒരു നേർച്ച നടത്താൻ വേണ്ടിയാണ് കേട്ടോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും അജിക്കുട്ടിന് വേണ്ടി നേർന്ന നേർച്ചയായിരുന്നു. ഊഞ്ഞാലാടാമല്ലോ. നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ചൂട്. അജിക്കുട്ടാ പടിയൊക്കെ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. അത് കാരണം നടന്ന് കയറിയാൽ അജിക്കുട്ടിൻ്റെ കാല് പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പുക്കുട്ടാ ഓടി കയറ്, പെട്ടെന്ന് അങ്ങ് കയറും. പടി ഓടി അങ്ങ് കയറ്. ഇവിടെ തണുപ്പുണ്ട്, അമ്മമ്മ കയറി വരട്ടെ. ഒന്ന് പിടിയമ്മ അച്ഛാ. ഊരാൻ പറ്റുന്നില്ലയോ? അജിക്കുട്ടന് പണ്ടേ തുലാഭാരത്തട്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണേ. കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് അമ്പലങ്ങളിൽ തുലാഭാരം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ തുലാഭാരത്തട്ട് കണ്ടാലും അജിക്കുട്ടൻ അവിടെ ഇരിക്കണം. ഊഞ്ഞാലാടണമെന്നാണ് പറയുന്നത്. എന്താ വെച്ചാ അതാ പറഞ്ഞ എടുത്ത് വെക്കണേ. അപ്പക്കൂട്ടനാണല്ലോ ചോദിച്ചേ. അജിക്കൂട്ടനാണോ മുമ്പില്? അല്ല, ഇപ്പൊ ഇത്തിരി വെയില് മാറി. അജൂസേ, അജൂസേ, അജിക്കുട്ടോ, അമ്പോറ്റി തൊഴാം. വാ, താഴോട്ടിറങ്ങണം. വാ, അമ്മച്ചി ഈ സ്റ്റേജ് കളിച്ചിട്ടുണ്ട് പണ്ട്. വാ, ഈ സ്റ്റേജില്, ആ കാണുന്ന സ്റ്റേജില്. എന്തൊക്കെ ഈ സ്റ്റേജില്, ആ കാണുന്ന സ്റ്റേജിലേ അമ്മച്ചി ഡാൻസ് കളിച്ചിട്ടുണ്ട് പണ്ട്. അത് സ്റ്റേജ് ഇല്ലയോ? വാ വാ വാ.
വാ. അപ്പൂസേ, അപ്പൂസി. ഞാൻ അജിക്കുട്ടിനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നേ. പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ചെറിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സ്കാനിങ്ങിലും ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഭഗവാനെ കണ്ട് തൊഴുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, എനിക്കൊരു കുഴപ്പങ്ങളും കൂടാണ്ട് കുഞ്ഞിനെ തരണേന്ന്. കുഞ്ഞുമായിട്ട് വന്ന് ഭഗവാനെ കാണാമെന്നും ശർക്കരയ്ക്ക് കുഞ്ഞിന് തുലാഭാരം നടത്തിയേക്കാമെന്നും ഒക്കെ അന്ന് നേർന്നിരുന്നു. അപ്പോൾ ആ ഒരു നേർച്ച നടത്താൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ വന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് എനിക്ക് അജിക്കുട്ടിനെ കിട്ടി. ഡെലിവറി ടൈമിലും പ്രതീക്ഷിച്ച പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. തുലാഭാരം നടത്തുമ്പോൾ എന്തായാലും അപ്പുക്കുട്ടനും അജിക്കുട്ടനും 2 പേർക്കും കൂടെ അങ്ങ് നടത്തിയേക്കാന്ന് കരുതി. ഇവിടെ നിന്ന് ഒരു അങ്കിൾ അജിക്കുട്ടനെ പേടിപ്പിച്ചു, ഇതിനകത്ത് മുതലയുണ്ടെന്നും പറഞ്ഞ്. അത് കാരണം ഭയങ്കര പേടി കുഞ്ഞിന്, കാല് നനയ്ക്കാൻ. ഇത്തിരി ദൂരെ പോണ്ട. അയ്യോ, അജിക്കുട്ടന് പേടിയോ? അമ്മയുടെ കൂടെ ഇറങ്ങാന്ന, അമ്മച്ചി ഇറക്കാ പൊന്നിനെ. നല്ല ഭംഗിയുള്ള സ്ഥലം നോക്കിയേ. വെച്ചോ? നോക്ക് എന്ത് ഭംഗിയാ നോക്ക്. മുതലയില്ല, അങ്കിള് മോനെ പറ്റിച്ചതാവേ. എന്റെ പൊന്നോ മക്കളെ, മുതലയില്ലടാ. വേണ്ട വേണ്ട വേണ്ട, അമ്മച്ചിയുടെ കൂടെ വാ. ചെളിയാണല്ലോടാ, നല്ല ദൂരെ പോണ്ട. എടാ കള്ള, മുതലുണ്ടെന്ന് മേടിച്ചില്ല. സ്റ്റെപ്പിലോട്ട് കാല് വെക്കുമ്പോൾ നന്നായിട്ട് വഴുക്കലുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം അപ്പുക്കുട്ടനെയും കൂടുതൽ അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറക്കാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. വെള്ളത്തിലോട്ടെങ്ങാനും വീണു പോയാൽ അറിയത്തില്ലല്ലോ. എല്ലാവർക്കും അറിയായിരിക്കും, കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദിയായ പമ്പാ നദിയാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അകത്ത് വരെ കേട്ടുണ്ടായാലും കുഞ്ഞു പറഞ്ഞത്. കുഴഞ്ഞോ അമ്മമ്മേ? കൊടിമരച്ചുവട്ടിൽ എല്ലാവരും മഞ്ചാടിക്കുരു ഇടുന്ന കണ്ടപ്പോൾ മക്കൾക്കും മഞ്ചാടിക്കുരു ഇടണമെന്നൊരാഗ്രഹം. അങ്ങനെയല്ല, പ്രാർത്ഥിച്ചിട്ടിടണം. അജിക്കുട്ടനും കൂടി ഇടണം. മോനെ അജുനൂടെ കൊടുക്കണേടാ. അല്ല ഇവിടെ അമ്മേ, ഒന്നും വരുത്തല്ലേ, നന്നായിട്ട് പഠിക്കാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടോ. മോനോ താറയിലല്ലേ, ഇതിനകത്തോട്ടിടണം പൊന്നോനെ. ഇടുമക്കളെ, മേളിലോട്ടിടറാ മോനെ. ആ കൊടിമരത്തിന്റെ, അപ്പൂസേ കൊടിമരത്തിന്റെ ആ പാദത്തിലോട്ടിട, അങ്ങോട്ടങ്ങോട്ട്. ആജിക്കുട്ട ഇട്ടോടാ. ആ പതുക്കെ. അമ്മമ്മേ എങ്ങനെ ഉണ്ടായിരുന്നു? നടക്കാൻ വയ്യാത്ത അമ്മമ്മയുടെ ഓട്ടം കാണണമായിരുന്നു.
എന്തായാലും എല്ലാം ഭംഗിയായിട്ട് തൊഴുത് അതെ, കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് നടന്നു. എന്തായാലും ഓട്ടിച്ചേ ഭഗവാൻ. കാല് വയ്യെന്ന് ഇനി പറയത്തില്ലേ? അയ്യോ കൃഷ്ണനെ ഇപ്പൊ കണ്ട, നമ്മൾ അകത്ത് പോയി കണ്ടില്ലയോ കൃഷ്ണനെ? അകത്തിരുന്നില്ലയോ നല്ല സുന്ദരനായിട്ട്? അതാ വലിയ കൃഷ്ണനായിരുന്നു, അത്രയും വലുതായിരുന്നല്ലോ. മോന്റെ തോഴനാ, മോന്റെ അർജുന്റെ പിന്നെ അത്രയും വലുത് കാണണോ? ആ ശരി, കാണാം കേട്ടോ. അപ്പൊ നമുക്ക് പോയാലോ? എന്നാ മക്കള് പ്രാർത്ഥിച്ചോ. എന്തോ പ്രാർത്ഥിക്കുന്നേ കുഞ്ഞ്? അജിക്കുട്ട എന്തോ പ്രാർത്ഥിക്കുന്നേ? എല്ലാം പ്രാർത്ഥിച്ചു. ആ നല്ല വെയിലല്ലായിരുന്നോ? അപ്പൂ വിയർത്തിരിക്കുന്ന നോക്കി. ഇവിടെ താമസിക്കണോ? ഇവിടെ താമസിക്കണമെങ്കിലേ ഭഗവാൻ സമ്മതിക്കണം. പോവാം. അമ്പൊറ്റിയോട് പറ പോയിട്ട് വരാന്ന്. ആ പോട്ടെ, അമ്പൊറ്റിയോട് പറ പോയിട്ട് ആ അനുഗ്രഹിക്കണേന്ന് പറ. ഉവാവൊന്നും വരുത്തല്ലേന്ന് പറഞ്ഞോ? അപ്പൊ കൂട്ടം പ്രാർത്ഥിച്ചോ? അതെ, അതാ കുചേലൻ, കൃഷ്ണന്റെ കൂട്ടുകാരനാ. ഇതാണ് കുചേലൻ. അപ്പൊ ചേട്ടാ, കൃഷ്ണന്റെ കൂട്ടുകാരനാ ഇത് കേട്ടോ, കുചേലൻ. എടാ കുഞ്ഞി കൃഷ്ണനെ കണ്ടോ? കൃഷ്ണന്റെ കൂട്ടുകാരനെ കണ്ടോ? ആരാ? കുചേലൻ. പൂവല്ല, കൂ കാക്ക. കുചേലൻ. വെരി ഗുഡ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.